ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഇന്നത്തെ ചെറുപ്പക്കാർ, അതിപ്പോൾ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, പലരെയും കണ്ടാൽ തന്നെ അറിയാം അവർക്ക് പ്രായം 24-25 ആയിരിക്കും. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു 40 വയസ്സ് പ്രായം തോന്നും. പലപ്പോഴും ആ ശരീരത്തിൻ്റെ വ്യത്യാസം, മുഖത്തുള്ള ചുളിവുകൾ, മുടിയിൽ വരുന്ന വ്യത്യാസം എല്ലാം തന്നെ ഇവർ ചെറുപ്പക്കാരാണെങ്കിൽ പോലും എങ്ങനെ പ്രായം കൂടിയെന്നൊരു തോന്നൽ വരും. 40 വയസ്സായാലോ ഒരു 55-കാരൻ്റെ ആരോഗ്യസ്ഥിതി, പലപ്പോഴും അസുഖങ്ങൾ വരെ വരുന്ന ഒരു സാഹചര്യം ഇന്നത്തെ കാലത്തുണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. വളരെ കോമൺ ആയിട്ട് ചിലപ്പോൾ ചെയ്യുന്ന ജോലിയെല്ലാം വളരെ ഹൈഫൈ ജോലികളൊക്കെ ആയിരിക്കാം, പക്ഷേ കാഴ്ചയ്ക്ക് വലിയ തോതിലുള്ള വ്യത്യാസം വരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ്? നമുക്കിത്തരത്തിൽ പ്രത്യേകിച്ച് രോഗങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകത്തില്ല, പക്ഷേ നമ്മൾ കാഴ്ചയ്ക്ക് പെട്ടെന്ന് തന്നെ വയസ്സായി പോകുന്ന സാഹചര്യം ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ മാറ്റം വരുന്നതെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? പലപ്പോഴും മക്കളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ അച്ഛനെ അമ്മയെ കാട്ടി ഒരല്പം പ്രായം കൂടുതലുള്ളതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലുള്ള ചില ദുശ്ശീലങ്ങളാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ തരത്തിൽ രാത്രിയിൽ പലരും സ്വയം അറിയാതെ ചെയ്യുന്ന ദുശ്ശീലങ്ങൾ അവർ പ്രായമാക്കുന്നതിൻ്റെ കാരണമാകുന്നുണ്ട്. ഏതെല്ലാമെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തെ ശീലം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും തന്നെ എല്ലാ ജോലിയും കഴിഞ്ഞ് രാത്രിയിൽ ഒരു 9-10 മണിക്കോ ഭക്ഷണം കഴിക്കുന്നു, കയറി കിടന്നുറങ്ങുന്നു. രാത്രി ലേറ്റായിട്ട് എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ്, അതിപ്പോൾ മധുരമുള്ള പലഹാരങ്ങളായിക്കോട്ടെ, ഇല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഏതെങ്കിലും പെട്ടെന്ന് ദഹിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ്, അന്നജം ഭക്ഷണങ്ങളായിക്കോട്ടെ, രാത്രി ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരു വലിയ ദുശീലം, നമുക്കൊരു ബാഡ് ഹാബിറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. രാത്രിയിൽ നമ്മൾ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ രക്തത്തിൽ ഷുഗർ ലെവൽ വളരെയധികം ഉയർന്നിരിക്കും. നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറും ആന്തരിക അവയവങ്ങളും ഉറങ്ങണമെന്നാണല്ലോ, ഉറങ്ങത്തില്ല. കാരണം രക്തത്തിൽ ഷുഗർ ലെവൽ കൂടിയിരിക്കുന്നതുകൊണ്ട് പാൻക്രിയാസ് ഓവറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇൻസുലിൻ രക്തത്തിൽ ഉയർന്നു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. രക്തത്തിൽ ഇൻസുലിൻ ഉയർന്നു നിൽക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ശരീരത്തിലെ ഗ്രോത്ത് ഹോർമോണിനെ ഒരു മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. ഗ്രോത്ത് ഹോർമോണിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവരുടെ മസിൽ മാസ് ശരിയായിട്ട് ഉണ്ടാകത്തില്ല. അതായത് രാത്രി ഈ വളരെ ലേറ്റായിട്ട് ഇത്തരത്തിൽ കാർബോഹൈഡ്രേറ്റ്, ഉയർന്ന ഭക്ഷണങ്ങൾ ഇത്തരത്തിൽ കഴിക്കുന്നവർക്ക് പലപ്പോഴും പകൽ നന്നായിട്ട് വ്യായാമം ചെയ്താൽ പോലും മസിൽ ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. പകൽ എന്ത് സംഭവിക്കും? കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നതിനും ശരീരത്തിൽ കൂടുതലായിട്ട് വണ്ണം വയ്ക്കുന്നതിനും വയറിന് ചുറ്റും കൊഴുപ്പ് വരുന്നതിനും കാരണമാകും. മാത്രമല്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ക്രമേണ ചെന്നെത്തും. ചുരുക്കം പറഞ്ഞാൽ, രാത്രി ലേറ്റായിട്ട് ഫുഡ് കഴിച്ചിരുന്നാൽ പലപ്പോഴും സ്കാനൊക്കെ ചെയ്യുന്ന സമയത്ത് ഫാറ്റി ലിവർ കാണുന്നു, വയറിൻ്റെ ഭാഗത്ത് കൊഴുപ്പടിഞ്ഞു കൂടുന്നു, വെയിറ്റ് വല്ലാണ്ട് കൂടുന്ന സാഹചര്യം വന്നിട്ടില്ലേ, ക്രമേണ ഇവർ വളരെ പെട്ടെന്ന് വയസ്സായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തിയെന്ന് വരാം. ഇനി രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത്, രാത്രിയിൽ കിടക്കാൻ നേരത്ത് നമ്മൾ ഈ ലൈറ്റുള്ള, പ്രത്യേകിച്ച് മൊബൈൽ ഫോണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ഇല്ലെങ്കിൽ മുറിയിൽ തന്നെ ലൈറ്റുള്ള ഒരു ഭാഗത്ത്, വെളിച്ചത്തിൻ്റെ ഭാഗത്ത് കിടക്കുന്നതാണ്. പലപ്പോഴും മൊബൈൽ ഫോൺ നോക്കി കിടക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തേക്ക് കേൾക്കുന്ന ഈ ബ്ലൂ ലൈറ്റ് റേഡിയേഷൻ നമുക്ക് പലപ്പോഴും തലച്ചോറിനകത്ത് ഉറക്കത്തിന് സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രൊഡക്ഷനെ വളരെയധികം കുറയ്ക്കും. മെലാറ്റോണിൻ നമുക്ക് ഉറക്കം വരാനാണ് സഹായിക്കുന്നതെന്നാണ് ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നത്. ഉറക്കം വരാൻ നല്ലത് തന്നെയാണ്. എന്നാൽ അതിനുപരിയായിട്ട് നമ്മുടെ തലച്ചോറിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷനെ കുറച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന നീർക്കെട്ടിനെ കുറയ്ക്കാനായിട്ട് മെലാറ്റോണിൻ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ തലച്ചോറിലും ശരീരത്തിലുണ്ടാകുന്ന ജനിതകമായിട്ട് കേടുവരുന്ന, നമ്മുടെ കോശങ്ങൾക്കെല്ലാം തന്നെ ചെറിയ ജനറ്റിക് മ്യൂട്ടേഷൻസ് വരാനുള്ള സാധ്യതയുള്ളതിനെ തല്ലി റെഡിയാക്കി ഇവയെ കറക്റ്റ് ചെയ്ത് നമ്മുടെ കോശങ്ങളെ ഹെൽത്തി ആക്കുന്നതിന് മെലാറ്റോണിൻ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ രാത്രി നമ്മൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മൾ TV അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇതെല്ലാം നോക്കിക്കൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നുള്ള ലൈറ്റ് നമ്മുടെ ഈ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷനെ വളരെയധികം പ്രതികൂലമായി ബാധിക്കും. സാധാരണ പഠനങ്ങൾ പറയുന്നത്, നമ്മുടെ ലൈറ്റിൻ്റെ തീവ്രത എന്ന് പറയുന്നത് 8 ലക്സിൽ താഴെ, അതായത് വളരെ അരണ്ട ഒരു പ്രകാശമാണെന്നുണ്ടെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ല. എന്നാൽ 8 ലക്സിന് മുകളിലേക്കുള്ള ഏതൊരു പ്രകാശവും അതിൻ്റെ തീവ്രത നമ്മുടെ മെലാറ്റോണിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. മെലാറ്റോണിൻ കുറഞ്ഞു പോകുന്നതിന് കാരണമാകുന്നുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പ്രകാശം എന്ന് പറയുന്നത് 30 ലക്സാണ്. അതായത് എത്രത്തോളം ഇരട്ടിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ ബ്ലൂ ലൈറ്റ് റേഡിയേഷൻ വരുന്നത്. മെലാറ്റോണിനെ വളരെയധികം ബാധിക്കും. ക്രമേണ നമുക്ക് പ്രായം കൂടുതൽ തോന്നുന്നതിനും ചുളിവുകൾ വരുന്നതിനും ഇതും ഒരു കാരണമായി മാറുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ശീലം എന്ന് പറയുന്നത്, രാത്രി ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ അല്പം മദ്യം കഴിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ്. പലപ്പോഴും വീട്ടിലേക്ക് മദ്യം വാങ്ങിച്ചു പോയി, പ്രത്യേകിച്ച് സുഹൃത്തുക്കളോ ഒന്നും ഉണ്ടാവത്തില്ല, രാത്രി കിടക്കുന്നതിന് മുമ്പ് 2 പെഗ് കിടക്കുന്നു. പലപ്പോഴും ഇതില്ലെങ്കിൽ ഉറക്കം കിട്ടത്തില്ല, 2 പെഗ്ഗല്ലേ ഉള്ളൂ, ഉറക്കത്തിൽ അത് സഹായിക്കും എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരുപാട് ജോലി ചെയ്ത് അമിതമായി ടെൻഷനുള്ള ആൾക്കാരും വൈകുന്നേരം ഒരു സ്ട്രെസ് ബസ്റ്റർ, അതായത് ഒരു നമുക്ക് ടെൻഷൻ കുറയ്ക്കുന്നതിനെന്നുള്ള രീതിക്കും സുഖകരമായ ഉറക്കം
ഉറക്കം കിട്ടുന്നതിനും വേണ്ടിയിട്ട് 2 പെഗ് കഴിക്കുന്ന ഒരു ശീലമുള്ളവരാണ്. എന്നാൽ രാത്രി മദ്യപിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സുഖമായിട്ട് ഉറങ്ങുക എന്നാണ്. എന്നാൽ അത് കിട്ടുന്നത് ഉറക്കമല്ല, ഒരു അബോധാവസ്ഥ മാത്രമാണ് കിട്ടുന്നത്. നമ്മുടെ ശരീരവും നമ്മുടെ ശരീരത്തിനകത്തുള്ള ആന്തരിക അവയവങ്ങളും നിങ്ങൾ ഉറക്കത്തിലാണെങ്കിൽ പോലും ഫുള്ളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് നിങ്ങളുടെ ശരീരത്തിന് വലിയ തോതിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. ചെറിയ അളവിലാണെങ്കിൽ പോലും മദ്യം നമ്മുടെ തലച്ചോറിനെ ഉറക്കുകയല്ല, മയക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇത് നമ്മുടെ ശരീരത്തിൽ ഒന്ന് രാവിലെ ഒരു ഹാങ് ഓവർ ഉണ്ടാകും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉന്മേഷമില്ലാത്ത ഒരവസ്ഥയുണ്ടാവും. ഇത് നിങ്ങളുടെ ശരീരത്തിലെ പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിക്കും കാരണമാകുന്നുണ്ട്. മദ്യം നിങ്ങൾ പതിവായിട്ട് രാത്രി എടുക്കുന്ന ആൾക്കാരിൽ അഡ്രിനാലിൻ, കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ ശരീരത്തിൽ കൂടി നിൽക്കുന്നതിനും രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിനകത്ത് ഒരു അമിതമായി സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും നിങ്ങളുടെ തലച്ചോറും നിങ്ങളുടെ ശരീരത്തിലുള്ള ആന്തരിക അവയവങ്ങളും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. നിങ്ങൾക്ക് ബോർഡർ ലൈൻ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ പതിവായിട്ട് ഈ രീതിക്ക് രാത്രി മദ്യപിക്കുന്നത് പ്രമേഹ രോഗിയായിട്ട് മാറുന്നതിനും ക്രമേണ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് താളം തെറ്റുന്നതിനും ഉയർന്ന രക്തസമ്മർദ്ദം എല്ലാം ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല, നിങ്ങളുടെ ശരീരത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സിൻ്റെ ബാലൻസ് പോകുന്നതിന്, പ്രത്യേകിച്ച് സോഡിയം എല്ലാം കുറഞ്ഞു പോകുന്നതിന് രാത്രി മദ്യപിക്കുന്ന ഒരു കാരണമാണ്. മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിൽ വൈറ്റമിൻ B12 അളവ് കുറഞ്ഞു പോകുന്നതിനും മദ്യപാനം ഒരു കാരണമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ വല്ലാത്തൊരു ആങ്സൈറ്റി, ടെൻഷൻ, ഒരു ഉന്മേഷമില്ലായ്മ, പലപ്പോഴും ഓഫീസിലൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടുക, പൊട്ടിത്തെറിക്കുക, ഒരു ക്ഷമയോടുകൂടി കാര്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കുക, ഇതെല്ലാം ഉണ്ടായി എന്ന് വരാം. അതുകൊണ്ട് രാത്രിയിൽ മദ്യപിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഉറങ്ങാൻ അത് വേണമെന്നുണ്ടെങ്കിൽ അത് മാറ്റുക. ഉറങ്ങാൻ രാത്രി ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്, ഞാൻ തന്നെ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണാൻ നോക്കുക. ഇനി 4ാമത്തെ ശീലം, രാത്രി വളരെ ലേറ്റായിട്ട് പൊരിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. പലപ്പോഴും രാത്രിയിൽ നമ്മൾ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടായിരിക്കും ടിവിയുടെ മുമ്പെയോ കമ്പ്യൂട്ടറിന് മുമ്പേ പോയിരുന്ന വറുത്ത് പൊരിച്ച ചിപ്സ് പോലുള്ള സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ കഴിക്കുന്നത്. പലപ്പോഴും രാത്രി കഴിക്കുന്ന സമയത്ത് അളവ് നോക്കാതെ നമ്മൾ കഴിക്കുകയും ചെയ്യും. ഉയർന്ന അളവിൽ ഇത്തരത്തിൽ നമ്മൾ വറുത്ത് പൊരിച്ച സാധനങ്ങൾ രാത്രി കഴിക്കുന്നത് വളരെയേറെ അപകടം ചെയ്യും. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും പാം ഓയിലിനകത്തോ സൺഫ്ലവർ ഓയിലിനകത്തോ എല്ലാം ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ സീഡ് ഓയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ രാത്രി കഴിക്കുന്നത്, പ്രത്യേകിച്ച് രാത്രി നിങ്ങളുടെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നതിനും നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഇൻഫ്ലമേറ്ററി ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്നതിനും കാരണമാകും. പ്രത്യേകിച്ച് നിങ്ങളുടെ കരളിൻ്റെ പ്രവർത്തനത്തിന് വ്യത്യാസം വരുത്തുകയും ഗാൾ ബ്ലാഡറിനകത്ത് നീർക്കെട്ടുണ്ടാക്കുന്നതിനും, ഗാൾ ബ്ലാഡർ സ്റ്റോൺ, ഗാൾ ബ്ലാഡർ പോളിപ്പ്, പിത്താശയത്തിൽ കല്ലൊക്കെ ഒരുപാട് പേർക്ക് കാണുന്നില്ലേ, അതിനെല്ലാം ഈ ഒരു സ്വഭാവം കാരണമാകുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ രക്തപരിശോധനയിൽ SGOT, SGPTയിലെല്ലാം വേരിയേഷൻ വരുന്നതിന്, ട്രൈഗ്ലിസറൈഡ് ലെവൽ വല്ലാണ്ട് കൂടുന്നതിനെല്ലാം രാത്രി ലേറ്റായിട്ട് ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഈ എണ്ണ വറുത്ത് പൊരിച്ചിട്ട് ഉള്ള സാധനങ്ങൾ കഴിക്കുന്നത് കാരണമാകുന്നുണ്ട്. മാത്രമല്ല രാത്രി നിങ്ങളുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകുന്നത് പോലെ തന്നെ ഈ ഒരു സ്വഭാവശീലം നിങ്ങളുടെ മെലാറ്റോണിൻ കുറയ്ക്കുന്നതിനും കാരണമാകും. നിങ്ങൾക്ക് വറപൊരി സാധനങ്ങൾ കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് രാവിലെയോ ഉച്ചയ്ക്കോ പരമാവധി വൈകുന്നേരം ഒരു 4 മണിക്ക് മുമ്പ് അല്പം കഴിച്ച് അവസാനിപ്പിക്കുക. വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷം എണ്ണ പലഹാരങ്ങൾ കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി 5ാമത്തെ ദുശീലം, രാത്രി വളരെ ലേറ്റായിട്ട് ഈ മസാല ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ്. അമിതമായി എരിവ് ചേർന്ന, ഇല്ലെങ്കിൽ കുരുമുളക് പോലുള്ള പലവിധ സ്പൈസസ് ചേർന്നിട്ടുള്ള, മസാല ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ രാത്രിയിൽ ലേറ്റായിട്ട് കഴിക്കുന്നത് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് നിങ്ങൾക്കറിയാം, നെഞ്ചരിച്ചിൽ, പുളിച്ചു തേട്ടൽ, ഏമ്പക്കം പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതിന് കാരണമാകും. ഇത്തരം ഭക്ഷണങ്ങൾ രാത്രി ശരിയായിട്ട് ദഹിക്കാത്തതുകൊണ്ട് പലപ്പോഴും ഈ പുളിച്ചു തകട്ടി നിങ്ങൾക്ക് ഈ റിഫ്ലക്സ് ഡിസീസ് മാത്രമല്ല, തൊണ്ടവേദന, സൈനസിനകത്ത് പ്രശ്നം, അലർജി പ്രോബ്ലംസ് എന്നിവ ഉണ്ടാക്കുന്നതിന് കാരണമാകാറുണ്ട്. ഇതുമാത്രമല്ല പ്രോബ്ലം, രാത്രി ലേറ്റായിട്ട് ഇത്തരത്തിൽ മസാലകൾ അല്ലെങ്കിൽ എരിവുകൾ കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ കോർ ടെമ്പറേച്ചർ ഒരു അല്പം വർദ്ധിക്കുന്നതിന് കാരണമാകും. അത് കാരണം എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഒരു അല്പം കൂടിക്കഴിഞ്ഞാൽ രാത്രി ശരിയായിട്ട് ഉറക്കം കിട്ടത്തില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. രാത്രി വളരെ ലേറ്റായിട്ട് മസാല ചേർന്നുള്ള ഭക്ഷണം കഴിച്ച് ഏതൊരാളിനോടും ചോദിച്ചു നോക്കുക, ഞാൻ ഈ പറഞ്ഞ അനുഭവം അവർക്ക് ഉണ്ടായി എന്ന് വരാം. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ മസാല ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കഴിക്കാം. ഉച്ചയ്ക്കോ രാവിലെയോ 4 മണിക്കോ അവസാനിപ്പിക്കാൻ നോക്കുക. ഇനി അടുത്ത ദുശീലം എന്ന് പറയുന്നത് രാത്രിയിൽ കിടക്കുന്ന ടൈമിങ്ങിൽ വരുത്തുന്ന വ്യത്യാസമാണ്. ചിലർ രാത്രി 10 മണിക്ക് കിടക്കും, അവർ 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ 11 മണിക്ക് കിടക്കുന്നതാണ്. ചില ദിവസങ്ങളിൽ അവർ രാത്രി 1 മണി വരെ TV കണ്ടുകൊണ്ട് ഉണർന്നിരിക്കുന്നതാണ്. ഈ രീതിക്ക് ടൈം ഒരു കറക്റ്റായിട്ട് ഉറങ്ങാത്തൊരു ശീലം നിങ്ങളുടെ തലച്ചോറിനെയും നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയും ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ശരീരത്തിനകത്ത് ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ ക്ലോക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയും നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ഇൻഫ്ലമേറ്ററി പ്രോസസ്സിനെ മറികടക്കുന്നതിന് നിങ്ങളുടെ തലച്ചോറിനെ സെറ്റ് ചെയ്യുന്നതും ഈ ബയോളജിക്കൽ ക്ലോക്കാണ്. രാത്രി ഇത്തരത്തിൽ ഇറഗുലറായിട്ട് ഉറങ്ങാൻ കിടക്കുന്ന സ്വഭാവമുള്ളവർക്ക് ഈ ബയോളജിക്കൽ ക്ലോക്ക് താളം തെറ്റുന്നതിനും ഉറക്കത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നതിനും കാരണമാകും. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉന്മേഷം ഉണ്ടാകത്തില്ല, ഇടയ്ക്കിടയ്ക്ക് അലർജി പോലുള്ള രോഗങ്ങൾ വരുന്നതിന് കാരണമാകാറുണ്ട്. ഇനി 7ാമത്തെ ദുശീലം എന്ന് പറയുന്നത്
നൈറ്റ് ഡ്യൂട്ടിയാണ്. നൈറ്റ് ഡ്യൂട്ടി ഒരു ദുശ്ശീലമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇപ്പോഴത്തെ സമൂഹത്തിൽ ഒരുപാട് പേര് ഇപ്പോൾ IT മേഖലയായിക്കോട്ടെ ഏതൊരു മേഖലയിലും നൈറ്റ് ഡ്യൂട്ടി 24 hours വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് രാത്രി ചെയ്യുന്നുണ്ട്. എന്നാൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നത് രാത്രി പൂർണ്ണമായും ഉണർന്നിരിക്കുന്ന സ്വഭാവശീലം എന്ന് പറയുന്നത് ഏതൊരു രീതിയിൽ നോക്കിയാലും മനുഷ്യ ശരീരത്തിന് വളരെയേറെ കേടാണ്. ഇത് ഗ്രാജ്വലി ആദ്യം നിങ്ങളെ വയസ്സാക്കും, കാഴ്ചയ്ക്ക് കൂടുതൽ പ്രായം തോന്നിക്കുന്നതിന് കാരണമാകും, ക്രമേണ നിങ്ങളെ വലിയ വലിയ രോഗങ്ങളിലേക്ക് ചെന്നെത്തിക്കും. മാത്രമല്ല പഠനങ്ങളിൽ പറയുന്നത് രാത്രി പതിവായിട്ട് ഉണർന്നിരിക്കുന്നവരുടെ ശരീരത്തിൽ രോഗപ്രതിരോധ കോശങ്ങളായിട്ടുള്ള കില്ലർ T സെൽസിൻ്റെ പ്രൊഡക്ഷൻ 70% കുറയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ കോശങ്ങളുടെ പ്രൊഡക്ഷൻ ഉൽപ്പാദനം കുറഞ്ഞു പോയുള്ള അവസ്ഥ എന്താ? തുടരെ ഇൻഫെക്ഷൻ വരുന്നതിന് കാരണമാകും. സ്കൂളിൽ പോകുന്ന കുട്ടികളോ ഇല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ പോകുന്ന ആൾക്കാർക്കോ ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ വരുന്നതിന് കാരണമാകും. അലർജി പോലുള്ള രോഗങ്ങൾ കൂടുന്നതിന് കാരണമാകും. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ക്യാൻസർ കോശങ്ങളുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ ജനിതക മാറ്റം വന്നിട്ട് ഉണ്ടാകുന്ന ക്യാൻസർ കോശങ്ങളെ നമ്മുടെ ശരീരത്തിലെ ഈ T ലിംഫോസൈറ്റുകളാണ് കൃത്യമായി പോയി കണ്ടെത്തി അപ്പോൾ തന്നെ നശിപ്പിച്ച് കളയുന്നത്. ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലിംഫോസൈറ്റുകൾ കില്ലർ കോശങ്ങളുടെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്യാൻസർ കോശങ്ങൾ പെറ്റുപെരുകുന്നതിന് കാരണമാകും. ചുരുക്കി പറഞ്ഞാൽ രാത്രി ഉണർന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ തരത്തിലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകും. ഇത് വെറുതെ പറയുന്നതല്ല, പഠനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. കൂടാതെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ, പാങ്ക്രിയാസിൻ്റെ പ്രവർത്തനത്തിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള പ്രോബ്ലം വരുന്നുണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും. മാത്രമല്ല നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന്, നിങ്ങളുടെ ഓർമ്മശക്തി, ബുദ്ധിശക്തി ഇതെല്ലാം ക്രമേണ കുറഞ്ഞു വരുന്നതിന് കാരണമാകും. അതുകൊണ്ട് കഴിയുന്നത്ര നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർ അതിൽ നിന്നും മാറി ഡേ ഡ്യൂട്ടിയിലേക്ക് മാറി രാത്രി സുഖകരമായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ഞാനീ പറഞ്ഞ 7 ശീലങ്ങൾ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നവയാണ്. ചെറുപ്പക്കാർ പലരും ഇന്ന് വയസ്സായ ലുക്ക്, അവർക്ക് പ്രായം കൂടുതൽ തോന്നിക്കുന്നതിൻ്റെ ഈ പ്രശ്നങ്ങൾ ഇന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുത്ത് റെഗുലറായിട്ടുള്ള ഉറക്കത്തിലൂടെയും ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും വ്യായാമത്തിലൂടെയും അവരുടെ യുവത്വം നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. ഇത് നമ്മുടെ എല്ലാ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെ അറിവിലേക്കായിട്ട് വേണ്ടി ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് പേരെ അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണിത്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.